ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം തിരുവചനം. നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നീതിമാനും വിശ്വസ്തനുമാകിയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 1 കൊരിന്തോസ് 11-ാം അധ്യായം 27-ാം തിരുവചനം. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റു ചെയ്യുന്നു. ലൂക്കാസ് സുവിശേഷം 21-ാം അധ്യായം 36-ാം തിരുവചനം. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ജോയൽ പ്രവചനം 1-ാം അധ്യായം 14-ാം തിരുവചനം. ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യുവിൻ. ശ്രേഷ്ഠന്മാരെയും ദേശവാസികളെയും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടുവിൻ. കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. സങ്കീർത്തന പുസ്തകം 119-ാം അധ്യായം 63-ാം തിരുവചനം. അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ കൂട്ടാളിയാണ്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക്, ദൈവവചനം അനുസരിക്കുന്നവർക്ക് ഞാൻ കൂട്ടാളി ആണ് എന്ന് പറയാൻ തക്ക ഒരു കൃപയുടെ ജീവിതം 2024. ഉപവാസം എന്റെ കുടുംബത്തിൽ, എന്റെ കൂട്ടായ്മയിൽ, എന്റെ ഇടവകയിൽ, എന്റെ ദേശത്ത് ഉപവാസം പ്രഖ്യാപിച്ച സകലരെയും ഒരുമിച്ച് ചേർത്ത് ഉപവാസം പ്രഖ്യാപിക്കുന്ന പ്രാർത്ഥനയുടെ ദിനങ്ങൾ ഈ 2024 ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ലൂക്കാസ് സുവിശേഷം 21-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം, ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടണം. ഇതിൽ നിന്നൊക്കെയാണ് രക്ഷപ്പെടേണ്ടത്? മദ്യാസക്തി, ജീവിത വ്യഗ്രത, സുഖലോലുപത എന്നിവയുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം. കൊരിന്തോസ് ലേഖനം നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? അയോഗ്യതയോടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ നമ്മൾ ഭക്ഷിക്കാനും പാനം ചെയ്യാനും പാടില്ല. അത് കർത്താവിനെതിരെ ചെയ്യുന്ന തെറ്റാണ്. യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുകയാണ്, നമ്മൾ അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ പാപങ്ങൾ ക്ഷമിക്കുന്ന, നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അഞ്ചപ്പം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പരിശുദ്ധമായ വചനങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഈ വചനം എന്നിൽ നിവൃത്തിയാകാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, ആ കൃപ സ്വീകരിച്ചാൽ തീർച്ചയായും ഈ 2024 നമുക്ക് അനുഗ്രഹങ്ങളുടെ ദിനങ്ങളായി മാറും. ഹല്ലേലൂയ.